നമുക്കിന്ന് പൊളിറ്റിക്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം. ഞാൻ സാധാരണയായിട്ട് കൂടുതൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ഈ ചാനലിൽ പറയാറ്. പക്ഷെ നമുക്കിന്ന് കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പറയാം. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ട പേരാണ് ചേരന്മാര്. കേരളത്തിന്റെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഗങ്ങളും പിന്നെ തമിഴ്നാടിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്ന വലിയൊരു രാജവംശമായിരുന്നു ചേരന്മാര്. പിന്നീട് പറയേണ്ട പേരാണ് ചോളന്മാർ. ഏതാണ്ട് 900-ന്റെ അവസാന കാലത്ത് തുടങ്ങിയിട്ട് 1300-കൾ വരെ തമിഴ്നാടിന്റെ ഭാഗങ്ങളും പിന്നീട് മലേഷ്യ അല്ലെങ്കിൽ മലയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് വലിയ നേവൽ ബേസ് ഒക്കെ ഉണ്ടായിരുന്ന വലിയ ശക്തമായിട്ടുള്ള ഒരു രാജവംശമായിരുന്നു ചോളന്മാര്. അവരെ തോൽപ്പിച്ചിട്ടാണ് പിന്നീട് പാണ്ഡ്യന്മാര് ആ ഭാഗങ്ങളൊക്കെ കൈയടക്കുന്നത്. ഏതാണ്ട് 1500-കളുടെയും 1600-കളുടെ തുടക്കം വരെയൊക്കെ പാണ്ഡ്യന്മാരുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ കർണാടക ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അവിടെ ചാലൂക്യന്മാരുണ്ടായിരുന്നു, ഹൊയ്സാലന്മാരുണ്ടായിരുന്നു, രാഷ്ട്രകൂടന്മാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ തെലങ്കാന സൈഡിലേക്കൊക്കെ വരുമ്പോൾ കാകതീയ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വലിയൊരു ഡൈനാസ്റ്റിയാണ് വിജയനഗര സാമ്രാജ്യം. ആ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും കേമനായിട്ടുള്ള ഒരു രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ആ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ആളായിരുന്നു തെനാലിരാമൻ. തെനാലിരാമന്റെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 3 രാജവംശങ്ങളായിരുന്നു തിരുവിതാംകൂർ രാജവംശം, പിന്നീട് കൊച്ചി രാജവംശം, പിന്നീട് നമ്മുടെ നോർത്ത് കേരളയിലേക്ക് വരുമ്പോൾ സാമൂതിരിമാര്. അങ്ങനെ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ. ഞാൻ എന്തെങ്കിലും പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എനിക്കിത് തിരുത്തി മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.